ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ റബൽ ഹിയർ. കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ വ്ളോഗ് എടുക്കണം, എന്തൊക്കെയോ പറയണം എന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇരുന്നു. ബട്ട് എൻ്റെ മൈൻഡിൽ ഫുള്ള് ബ്ലാങ്കായിട്ട് കിടക്കുക. എന്ത് പറയണം, എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണം ഒന്നും എനിക്കറിയത്തില്ല. ആക്ച്വലി എൻ്റെ ഒരു വണ്ടി ഉണ്ടായിരുന്നു. അപ്പോൾ കമ്പനിയിൽ ചെറിയൊരു ആവശ്യം വന്നതിന് കാരണത്താൽ എൻ്റെ വണ്ടി കമ്പനിയിൽ തിരിച്ചു കൊടുക്കേണ്ടി വന്നു. അപ്പോൾ എൻ്റെ ഇപ്പോൾ വണ്ടിയില്ല. അതുകൊണ്ട് തന്നെ പുറത്തോട്ട് പോകാനോ വേറൊരു വ്ളോഗ് ചെയ്യാനോ ഒരു ചാൻസ് ഞാൻ കാണുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ വ്ളോഗ് ചെയ്യാത്തത്. സോ ഇന്ന് ഞാൻ ആക്ച്വലി ഒരു ചെറിയൊരു സ്റ്റോറി നിങ്ങളുടെ മുന്നിൽ പറയാം എന്ന് വിചാരിച്ചാണ് ഞാൻ വന്നത്. സ്റ്റോറി എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഞങ്ങൾ ന്യൂയോർക്ക് സിറ്റി പോയില്ലേ. ന്യൂയോർക്ക് സിറ്റി വെച്ചിട്ട് ഒരു ചെറിയ ഒരു ഇൻസിഡൻസ് ഉണ്ടായി. അപ്പോൾ ഞാൻ സ്റ്റോറി പറയാം. ഞങ്ങൾ നേരെ ടൈംസ് സ്ക്വയറിൽ ചെന്നു. ടൈംസ് സ്ക്വയറൊക്കെ ഒന്ന് കറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അതിൻ്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, നിങ്ങൾ കയറി ഒന്ന് നോക്ക്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ കിടക്കുന്ന പോലെ ഞാൻ അതിൻ്റെ വീഡിയോസൊക്കെ എടുത്തു. ഫാമിലിയായിട്ട് കുറച്ച് നേരം അവിടെ ഇവിടെയൊക്കെ കറങ്ങി. ഞങ്ങളത് കഴിഞ്ഞിട്ട് കുറച്ച് ഷോപ്പുകൾ കയറി ജസ്റ്റ് ഒന്ന് പ്രൈസും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാനും അതുപോലെ സാധനങ്ങൾ എങ്ങനെയാണെന്നും ഒക്കെ നോക്കാനായിട്ടൊക്കെ കയറി. അത് കുറേ ടോയ് ഷോപ്പിലൊക്കെ കയറിയായിരുന്നു. അവിടെ വെച്ച് ലൈക്ക് ആക്ച്വലി എനിക്ക് എന്തൊരു വാങ്ങിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു, കുറേ സാധനങ്ങൾ വാങ്ങിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് പൈസ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ അത്രയും പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് തന്നെ എനിക്കൊന്നും വാങ്ങിക്കാനും പറ്റിയില്ല. അപ്പോൾ സംഭവം തുടങ്ങുന്നത്, ഞങ്ങൾ അവിടെ നിന്നൊരു കോഫിയൊക്കെ കുടിച്ചതിന് ശേഷം ടൈംസ് സ്ക്വയറിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി. ടൈംസ് സ്ക്വയറിൽ നിന്ന് ഇറങ്ങി കുറച്ച് ഫ്രണ്ടിലോട്ട് വന്നപ്പോൾ പപ്പായും അവരെല്ലാം കൂടി പറഞ്ഞു, എന്നാൽ പിന്നെ അതിൻ്റെ അടുത്തൊരു പള്ളിയുണ്ട്, ആ പള്ളിയും കൂടി കയറി കണ്ടിട്ട് നമുക്ക് പോകാം എന്ന് പറഞ്ഞു. ആക്ച്വലി എനിക്ക് അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഒരു മൂഡില്ലായിരുന്നു. ലൈക്ക് ടൈംസ് സ്ക്വയറിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ചെറുതായിട്ടൊന്ന് മൂടെല്ലാം പോയി. ഞാൻ എന്തോ മിസ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. അന്നേരം ഞാൻ ക്യാമറ എടുത്തിട്ടുണ്ട്, എൻ്റെ കയ്യിൽ ക്യാമറ ഉണ്ട്. ഞാൻ ക്യാമറ പിടിച്ചുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ കുറേ ഫോട്ടോസൊക്കെ എടുത്തോണ്ടിരിക്കുക. അപ്പോൾ എൻ്റെ പുറയിൽ ആക്ച്വലി എൻ്റെ അമ്മയും എൻ്റെ അനിയത്തിയും എൻ്റെ ആൻറ്റിയും ഉണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ടിൽ പപ്പയും അപ്പച്ചനും അച്ഛനും ഉണ്ടായിരുന്നു. ഇവർ മൂന്നുപേരും ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് നടക്കുക. ഞാൻ ഏറ്റവും നടുക്ക് നടക്കുക. ഞാൻ ഇതിൻ്റെ എല്ലാം ഫോട്ടോസൊക്കെ എടുത്താണ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ പപ്പയും അപ്പച്ചനും അച്ഛനും കൂടി ഫ്രണ്ടിലോട്ട് പോയിട്ട് സിഗ്നൽ അവിടോട്ട് എത്തുന്നത് കണ്ടു. ഞാൻ അവരെ നോക്കിയിട്ടാണ് ഞാൻ ഈ ഫോട്ടോ എല്ലാം എടുക്കുന്നത്. സോ ഇന്ന സഡൻ അവിടെ ഒരു ക്രൗഡ് കയറി വന്നു. ആ ക്രൗഡിൽ ഞാൻ മിസ്സായിപ്പോയി, ഞാൻ ലോസ്റ്റ് ആയിപ്പോയി. ആ സ്പോട്ടിൽ ഞാൻ ലോസ്റ്റായി. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ എൻ്റെ അമ്മയും അനിയത്തിയും ഇവരൊന്നും കാണുന്നില്ല. ഞാൻ വിചാരിച്ചു ഇവരും ഈ ക്രൗഡിൻ്റെ കൂടെ ഓപ്പോസിറ്റ് സൈഡ് ലൈക്ക് അവിടെ ഒരു സിഗ്നലാണ്, എക്സ് റോഡ് സിഗ്നലാണ്. അപ്പോൾ ഞങ്ങൾ നേരെ പോയി കഴിഞ്ഞാൽ അടുത്ത സൈഡാണ്, അതായത് സിഗ്നൽ ക്രോസ് ചെയ്ത് അപ്പുറത്തെ സൈഡിലാണ് പോകുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവർ സിഗ്നൽ ക്രോസ് ചെയ്തു അപ്പുറത്ത് പോയി എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ക്രൗഡിൻ്റെ കൂടെ നേരെ അങ്ങ് അപ്പുറത്തെ സൈഡിൽ പോയിട്ട് ഐ വാസ് ലിറ്ററലി വെയിറ്റിംഗ് ദർ. ഞാൻ അവിടെ ഇവിടെ എല്ലാം നോക്കി. എൻ്റെ ബാക്കിൽ ഒരു പോലീസുകാരൻ, ഒരു സെക്യൂരിറ്റി നിൽപ്പുണ്ട്. ടൈംസ് സ്ക്വയറിലെ സെക്യൂരിറ്റി ആണെന്ന് തോന്നുന്നു, വാച്ചിങ് സെക്യൂരിറ്റി ആണെന്ന് തോന്നുന്നു. പുള്ളി അവിടെ നിൽപ്പുണ്ട്. പുള്ളി എന്നെ നോക്കുന്നുണ്ട്, ഞാൻ പുള്ളിയെ നോക്കുന്നുണ്ട്. കോമഡിയാണ്. എന്നിട്ട് ഞാൻ കൂളായിട്ട് ഞാൻ അവിടെ നിന്ന് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. ഇവരിപ്പോൾ വരുമായിരിക്കും എന്നൊക്കെ വിചാരിച്ച് ഞാനിങ്ങനെ നിൽക്കുക. ഒരു 5 സെക്കൻഡ്സ് കഴിഞ്ഞു, 10 സെക്കൻഡ്സ് കഴിഞ്ഞു, 1 മിനിറ്റായി, 2 മിനിറ്റായി, 3 മിനിറ്റായി, ഇവരെ കാണുന്നില്ല. ഞാൻ അപ്പോഴെൻ്റെ മനസ്സിൽ അന്നേരം മനസ്സിലായി ഞാൻ ലോസ്റ്റായി. ഇനി ഇതിനകത്തുനിന്ന് ഞാൻ ഇനി എങ്ങനെ ഇറങ്ങും എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. ഇന്ന സഡൻ എൻ്റെ തലയിൽ എന്തോ ബുദ്ധി തോന്നി. ഞാൻ പോലീസുകാരൻ്റെ അടുത്തോട്ട് ചെന്നു. എന്നിട്ട് ഞാൻ പുള്ളിയോട് പറഞ്ഞ്, സർ ഞാൻ ലോസ്റ്റായി, എൻ്റെ പേരൻസ് ഉണ്ടായിരുന്നു എൻ്റെ കൂടെ, അവരെ കാണുന്നില്ല. ഇതെല്ലാം പോട്ടെ, എൻ്റെ ഫോണിൽ ചാർജില്ല, വിളിക്കാനൊരു സിമ്മില്ല, ആരെ കോണ്ടാക്ട് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. ആകെ എനിക്കറിയാൻ എൻ്റെ അപ്പയുടെ നമ്പർ മാത്രമേ അറിയത്തുള്ളൂ. അതും ബഹറിലെ നമ്പറാണ്, അവിടുത്തെ നമ്പറല്ല, ബഹറിലെ നമ്പറാണ് എനിക്കറിയാവുന്നത്.
ഞാൻ ആ സെക്യൂരിറ്റിയോട് പറഞ്ഞു ഞാൻ ലോസ്റ്റായി എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി എന്നോട് ചോദിച്ചു അറിയൂ റിയൽ എൻ്റെ നമ്പർ ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ഇവിടുത്തെ നമ്പർ എനിക്കറിയത്തില്ല, ഞാനൊരു ഔട്ട്സൈഡറാണ്, ഞാൻ പുറത്തുനിന്നാണ് വന്നേക്കുന്നത്, ഞാൻ ഇവിടെ ഒരു 2 വീക്സിലേക്ക് വന്നതാണ് എന്നൊക്കെ ഞാൻ കഥകളൊക്കെ പറഞ്ഞു. പുള്ളിക്ക് അതൊന്നും മനസ്സിലായില്ല. പുള്ളി വിചാരിച്ച എന്തോന്നറിയോ, ഞാൻ പുള്ളിയെ കബളിക്ക് വന്നു, അതായത് ഞാൻ അയാളെ ചീറ്റ് ചെയ്യുക, ഞാൻ ചിലപ്പോൾ പുള്ളിയെ പറ്റിക്കുകയാണ് എന്ന് വിചാരിച്ചിട്ട് പുള്ളിയുടെ ഫോൺ തന്നില്ല. പുള്ളി ഹോൾഡ് ചെയ്തു, എന്നെ ഹോൾഡ് ചെയ്തു, അവിടെ നിൽക്കാൻ പറഞ്ഞു. ഞാൻ സ്റ്റക്കായിപ്പോയി, എനിക്കറിയത്തില്ല എന്താ ചെയ്യേണ്ടത്. അപ്പോഴത്തേക്കും ഞാൻ പുള്ളിയുടെ കാലിലെല്ലാം പിടിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നണ്ണ നിങ്ങളോട് ഞാൻ കാര്യമാണ് പറയുന്നത്, ഞാൻ ശരിക്കും എൻ്റെ വീട്ടുകാരുടെ അടുത്തൊന്ന് ലോസ്റ്റായിപ്പോയി എന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ ഇന്നേ സഡൻ വേറൊരു സെക്യൂരിറ്റി അവിടുന്ന് അടുത്തേക്ക് വന്നു. പുള്ളിയോട് എന്തോ ഒരു കാര്യം ഇൻഫോം ചെയ്യാനായിട്ട് ആണ്ട് വന്നു. അപ്പോൾ പുള്ളിയോട് അതായത് ഞാൻ സംസാരിച്ച സെക്യൂരിറ്റി മറ്റേ സെക്യൂരിറ്റിയുടെ അടുത്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇതുപോലെ ഞാൻ ഫ്രോഡാണെന്ന് തോന്നുന്നു, പക്ഷെ അറിയത്തില്ല, അവൻ ലോസ്റ്റ് ആണെന്നൊക്കെ പറയുന്നു. പിന്നെ ഇതെല്ലാം മെയിൻ കാരണം ഞാൻ അവിടെ നിന്ന് ഫോട്ടോ എടുത്തോണ്ടിരുന്ന ക്യാമറയ്ക്കകത്ത് മാത്രം ചാർജ് ഉണ്ടായിരുന്നു ആ സമയത്ത്. അത് മാത്രമല്ല, എന്തോ ഭാഗ്യം കൊണ്ട് ഞാൻ അവിടെ നിന്നപ്പോൾ എൻ്റെ ഫാമിലിയോടും ഒക്കെ നിൽക്കുന്ന ഫോട്ടോസ് കുറച്ച് എൻ്റെ ക്യാമറയ്ക്കകത്ത് കിടപ്പുണ്ടായിരുന്നു. ഞാൻ അതെല്ലാം കാണിച്ച് അങ്ങനെയാണ് ഞാൻ പുള്ളിക്കാരനെ വിശ്വസിപ്പിച്ചത്. കോമഡികൾ കണ്ടോണം. ഇങ്ങനെ പുള്ളിയെ വിശ്വസിപ്പിച്ചു. പുള്ളി ഈ സെക്യൂരിറ്റി എടുത്ത് പറഞ്ഞു. ആ സെക്യൂരിറ്റി എൻ്റെ പപ്പയുടെ നമ്പർ വാങ്ങിച്ചു. പപ്പയുടെ നമ്പറിൽ നിന്ന് പപ്പയുടെ വാട്സപ്പിലോട്ട് വിളിക്കാൻ നോക്കി. 2-3 വട്ടം ട്രൈ ചെയ്തു, കിട്ടുന്നില്ല. അപ്പോൾ എനിക്ക് ടെൻഷനായി, എനിക്ക് ചെറുതായിട്ട് ടെൻഷൻ അടിക്കാൻ തുടങ്ങി. ഞാൻ എന്ത് ചെയ്യും, വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. ഞാൻ അറൗണ്ട് 15-16 മിനിറ്റ്സ് ആയി ഞാൻ ലോസ്റ്റ് ആയിട്ട് ആ ടൈം സ്ക്വയറിൻ്റെ ആ ഏരിയയിൽ. ടൈം സ്ക്വയറിൻ്റെ ഏരിയ അല്ല, ടൈം സ്ക്വയർ കഴിഞ്ഞിട്ട് കുറച്ച് ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് നടന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ലോസ്റ്റ് ആവുന്നത്. എൻ്റെ മനസ്സിൽ പലതും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക, എന്ത് ചെയ്യും. ഞാൻ പറയുന്നുണ്ട് കൂളായിട്ടിരിക്കുക, എന്തായാലും കിട്ടും, എങ്ങും പോകത്തില്ല, എന്തായാലും എൻ്റെ പപ്പ ഇറങ്ങിയിട്ടുണ്ടാവും, എന്തായാലും എനിക്കറിയാം. സോ ഇങ്ങനെ കുറച്ച് നേരം ഞാൻ അവിടെ നിന്നു. പുള്ളി എന്നെയും കൊണ്ട് പോയി ഒരു ബൂത്തിൽ ചെന്നു. ആ ബൂത്തിൽ ആക്ച്വലി അവിടെ നമ്മളിപ്പം നമ്മുടെ കയ്യിൽ സിമ്മില്ല, നമുക്ക് ഇൻ്റർനാഷണൽ കോൾ ചെയ്യണം, നമുക്ക് മെസ്സേജ് അയക്കണം, ഫോൺ ചാർജ് ചെയ്യണം, ഇങ്ങനെ എന്തെങ്കിലും വഴി ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ബൂത്തിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ഈ ബൂത്തിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ കയ്യിൽ ചാർജർ കേബിൾ C-to-C ആണ്. എൻ്റെ കയ്യിലിരിക്കുന്ന ഫോണ് ഐഫോണാണ്. എൻ്റെ ഒറ്റ നമ്പരേ അറിയത്തുള്ളൂ. ഈ 2 പ്രശ്നങ്ങൾ കാരണം ഞാൻ കുറേ നേരം ഇങ്ങനെ ആലോചിച്ചു എന്ത് ചെയ്യും. അപ്പോൾ ഞാൻ പുള്ളിയോട് പറയുന്നുണ്ട് എൻ്റെ കയ്യിൽ C ടൈപ്പ് കേബിളാണ് ഇരിക്കുന്നത്, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞു. എൻ്റെ കയ്യിൽ എന്തോ ബാഗും എൻ്റെ ക്യാമറ ബാഗും എൻ്റെ കയ്യിലുണ്ട്, അതും കൂടി കൊടുത്തിട്ടായിരുന്നെങ്കിൽ എൻ്റെ കയ്യിൽ ഒന്നും ഉണ്ടാവത്തില്ലായിരുന്നു. ഞാൻ പെട്ടുപോയനായിരുന്നു. ആക്ച്വലി അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് അമ്മയുടെ കയ്യിലാണ് ബാഗ് ഇടുന്നോണ്ടിരുന്നത്. എന്തോ ഭാഗ്യം ഞാൻ എടുത്ത് കൈ പിടിച്ചു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി പുള്ളിയുടെ കൂടെ ഞാൻ പുള്ളിയുടെ ഒരു പോലീസിൻ്റെ ഒരു ബൂത്ത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഫോൺ ചാർജ് ചെയ്യാം, അവിടെ പ്ലഗ് ഉണ്ട്, ഫോൺ ചാർജ് ചെയ്യാം, അവിടെ അടുത്ത് വൈഫൈ ഉണ്ടായിരുന്നു, ഇതെല്ലാം അവിടെ കിട്ടും. പുള്ളി എന്നെ അവിടെ കൊണ്ടുപോയിട്ട് ഞാൻ ഫോൺ ചാർജ് ചെയ്യാൻ വെച്ചു. ഒരു 15% ആയപ്പോൾ അതേപോലെ ഞാൻ ഫോണിൽ നിന്ന് നേരെ വൈഫൈ കണക്ട് ചെയ്തിട്ട് ഞാൻ പപ്പയെ വിളിച്ചു. ഞാനല്ല വൈഫൈ കണക്ട് ചെയ്തത്, പോലീസായിരുന്നു തന്നെ വൈഫൈ കണക്ട് ചെയ്ത് തന്നു. പുള്ളി വൈഫൈ കണക്ട് ചെയ്ത് തന്നു. ഞാൻ പപ്പയെ വിളിച്ചു, പപ്പ എടുക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് പപ്പ ഇങ്ങോട്ട് വിളിച്ചു, ഞാൻ എടുക്കുന്നില്ല. റേഞ്ചിന് എന്തോ പ്രശ്നം, കണക്ഷൻ എന്തോ പ്രശ്നം. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ പ്രശ്നം പറ്റി, അവിടെ എന്തോ പ്രശ്നം പറ്റി, എന്തോ മനസ്സിലായി. എന്തോ ഭാഗ്യത്തിന് മെസ്സേജ് അയക്കാൻ പറ്റുമായിരുന്നു. അപ്പം എനിക്ക് മെസ്സേജ് അയച്ചു. ഞാൻ ആ മെസ്സേജ് സെക്യൂരിറ്റിയെ കാണിച്ചു, നമ്പർ കാണിച്ചു, പപ്പയുടെ അവിടുത്തെ നമ്പർ കാണിച്ചു.
അതേപോലെ എൻ്റെ അപ്പച്ചൻ്റെ നമ്പർ അയച്ചു തന്നു. അപ്പച്ചൻ്റെ നമ്പർ ഞാൻ സെക്യൂരിറ്റിയെ കാണിച്ചു. അപ്പോൾ സെക്യൂരിറ്റിയുടെ അടുത്ത് സെക്യൂരിറ്റി എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്യൂരിറ്റി ഈ നമ്പർ എടുത്തിട്ട് ഡയറക്റ്റ് കോൾ ചെയ്തു. അവർ തമ്മിൽ കുറേ കോൺവെർസേഷൻ നടത്തി. അതായത് അപ്പച്ചനും സെക്യൂരിറ്റി ആയിട്ട് കോൺവെർസേഷൻ നടത്തി. പപ്പയല്ല, എനിക്കൊന്ന് പപ്പ അതിൻ്റെ ഇടയ്ക്ക് സംസാരിച്ചെന്ന് തോന്നുന്നു. എനിക്ക് അത്രയും അറിയത്തില്ല, ഫോണിലായതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ ആരായിട്ടായിരുന്നു എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും ആ ഒരു സംസാരിച്ചു. എനിക്കതൊന്ന് അബദ്ധം നോക്കണം. 25 years old ആയ ഞാൻ ഒരു സ്ഥലത്ത് നിന്നിട്ട് ലോസ്റ്റ് ആയി പോന്നു. അത് എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് അങ്ങനെ ലോസ്റ്റ് ആയി പോകുന്നത്. ഇതുവരെ ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് പോലും ഞാൻ ഇങ്ങനെ ലോസ്റ്റ് ആയിട്ടില്ല. അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്, പക്ഷെ ലോസ്റ്റ് ആയിട്ടില്ല. ഇതായിരുന്നു സംഭവിച്ചത്. അപ്പോൾ ഇവിടുന്ന് ഇവര് എന്നെ നേരെ കൊണ്ടുപോയി. അതായത് എൻ്റെ അടുത്ത് ഒരു പോലീസുകാരൻ നിൽപ്പുണ്ട്. അപ്പോൾ പോലീസുകാരൻ പറഞ്ഞു, പപ്പ പറഞ്ഞു നീ ഇങ്ങോട്ട് വാ, ലൊക്കേഷൻ അയച്ചുതരാം, നീ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ പോലീസുകാരനോട് ഞാൻ പറഞ്ഞു ഇതുപോലെ പപ്പ എൻ്റെ അടുത്ത് ലൊക്കേഷൻ പറഞ്ഞിട്ടുണ്ട്, എന്നെ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടോ. അപ്പോൾ പുള്ളി പറഞ്ഞു ചെല്ലല്ലെന്ന് പറഞ്ഞു, പോലെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എൻ്റെ പപ്പയല്ലേ പറയുന്നത് പോവാൻ. അപ്പോൾ പുള്ളി പറഞ്ഞു ഇല്ല പറ്റത്തില്ല, അവർ പറയട്ടെ, അതായത് അവർ വിളിച്ച് പറയട്ടെ, അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ ആരെങ്കിലും ഒരാൾ വരാം, അല്ലാണ്ട് നിന്നെ ഒറ്റയ്ക്ക് വിടാൻ പറ്റത്തില്ല. അവിടെ ലോക്കായി. അപ്പം സ്വാഭാവികമായിട്ട് മറ്റേ സെക്യൂരിറ്റി എന്നോട് പറഞ്ഞു ഞാൻ എന്നെ കൊണ്ടുവിടാം, എനിക്ക് ലൊക്കേഷൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കൊണ്ടുവിടാം എന്ന് പറഞ്ഞിട്ട് പുള്ളി എന്നെ കൊണ്ട് ലൊക്കേഷനിലേക്ക് പോയി. കാര്യങ്ങൾ പോകുന്നത് കണ്ടോണം നിങ്ങൾ. രസമായിരുന്നു. അതൊരു ഒടുക്കത്തെ പോക്കായിരുന്നു എൻ്റെ. പിന്നെ ഞാൻ എവിടാണോ ലോസ്റ്റ് ആയേ ആ ലൊക്കേഷനിൽ തിരിച്ചെത്തി. ഞാൻ ആ ലൊക്കേഷനിൽ എത്തിയപ്പോൾ ഞാൻ ദൂരെ നോക്കുന്നുണ്ട്, എൻ്റെ പപ്പയും അങ്കിളും അമ്മയും അവിടെ നിന്നിട്ട് അങ്ങോട്ട് നോക്കുന്നു, ഇങ്ങോട്ട് നോക്കുന്നു, അങ്ങോട്ട് നോക്കുന്നു, അങ്ങനെ കാണിക്കുന്നു, ഇങ്ങനെ കാണിക്കുന്നു. കോമഡി ആയിരുന്നു. ഞാൻ ദൂരെ നിന്ന് അപ്പാ എന്ന് പറഞ്ഞിട്ട് കൈയൊക്കെ കാണിക്കുന്നുണ്ട്. ബട്ട് നോ യൂസ്, അവർ കാണുന്നില്ല. അത് കഴിഞ്ഞിട്ട് സിഗ്നൽ വീണു. അപ്പോഴത്തേക്കിന് സിഗ്നൽ വീണു. ഞാൻ സെക്യൂരിറ്റിയോട് പറഞ്ഞു, സെക്യൂരിറ്റി എന്നോട് പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു. അവരാണെന്ന് ചോദിച്ചു, ഞാൻ പറഞ്ഞു ആണെന്ന് പറഞ്ഞു. ഞാൻ സിഗ്നൽ വീണു, ഞാൻ അപ്പുറത്ത് നിന്നു. ഞാൻ പപ്പ എടുത്ത് പറഞ്ഞു, അതുകൊണ്ട് ആ സെക്യൂരിറ്റിയുടെ അടുത്തായിരുന്നു ഞാൻ കുറച്ച് നേരമായിട്ട്, അവരാണ് എന്നെ നോക്കിയത് എന്ന് പറഞ്ഞു. പപ്പയും മംഗളും അപ്പച്ചനും അമ്മയും ഞാനും കൂടി നേരെ സെക്യൂരിറ്റി എടുത്തായിരുന്നു. സെക്യൂരിറ്റി എടുത്ത് താങ്ക്സ് ഒക്കെ പറഞ്ഞു. അങ്ങനെ ഒരു ഡിഫറെൻറ്റ് സിറ്റുവേഷനിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു. എൻ്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു. ആക്ച്വലി ഞാനൊരു കാര്യം പറയാം, പിള്ളേരെ കൊണ്ടൊക്കെ ടൈം സ്ക്വയറിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ബി കെയർഫുൾ വിത്ത് ദം. എപ്പോൾ വേണമെങ്കിലും ലോസ്റ്റ് ആയി പോവാം. പ്രത്യേകിച്ച് സെൻറ്ററിൽ ചെല്ലുന്ന പറഞ്ഞാൽ, ടൈം സ്ക്വയറിൻ്റെ സെൻറ്ററിലൊക്കെ ചെല്ലുന്ന പറഞ്ഞാൽ ബി വെരി കെയർഫുൾ വിത്ത് ദം. കിഡ്സിനെ കൊണ്ട് പോകുമ്പോൾ, അല്ലാണ്ട് നിങ്ങൾ ഗ്രൂപ്പായിട്ട് പോവുകയാണെങ്കിൽ തന്നെ, നിങ്ങൾ ഒരു ഫാമിലി ആയിട്ട് പോവുകയാണെങ്കിൽ തന്നെ ബി കെയർഫുൾ വിത്ത് എവ്രി വൺ. നിങ്ങളുടെ കൂടെ ഉണ്ടാവുന്ന എല്ലാവരെയും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ആരെങ്കിലും ഒരാൾ ശ്രദ്ധിക്കുക. ഓക്കെ നിങ്ങളെല്ലാവരും ഉണ്ട്, എൻ്റെ കൂടെ ഉണ്ട്, നിങ്ങളെല്ലാവരും ഒരുമിച്ച് പോകാൻ നോക്കുക. കുറച്ച് പേര് ദൂരെ, കുറച്ച് പേര് ബാക്കിൽ പോകരുത്. എന്താണെന്ന് വെച്ചാൽ എവ്രി ടൈം ഒരു ബാച്ച് ഓഫ് ക്രൗഡായിരിക്കും വന്ന് പൊക്കോണ്ടിരിക്കുന്നത് അവിടെ. അതുകൊണ്ട് ലോസ്റ്റ് ആയി പോകാൻ ഭയങ്കര ഈസിയാണ് അവിടെ. സോ ബി കെയർഫുൾ. ഇങ്ങനെ പല സ്ഥലങ്ങളും ഉണ്ടാവും. പല സ്ഥലത്ത് പോകുമ്പോൾ ഈവൻ നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കുക ജർമ്മനി ബെർലിൻ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബെർലിനിലെ പല സ്ഥലങ്ങൾക്കും പല ടൈപ്പ് ഓഫ് ക്രൗഡ്നെസ് ഉണ്ട്. പലയിടത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ലോസ്റ്റ് ആയി പോകും. നമ്മുടെ പേഴ്സ് അടിച്ചുകൊണ്ട് പോകും, നമ്മുടെ ഫോൺ അടിച്ചുകൊണ്ട് പോകും. സെയിം സിറ്റുവേഷൻ ഇവിടെ ഉണ്ട്, ടൈം സ്ക്വയറിലും ഉണ്ട്. നമ്മുടെ ഫോൺ വരെ അടിച്ചുകൊണ്ട് പോകും. പക്ഷേ നമ്മളൊന്ന് കെയർഫുൾ ആയിരിക്കാം, കുറച്ച് കെയർഫുൾ ആയിരിക്കാം. അതേപോലെ ഈ കാണുന്ന എല്ലാ വ്യൂസിനോട് ഞാൻ പറയുവാണ്, താങ്ക്സ് ഫോർ സപ്പോർട്ടിങ് മൈ വീഡിയോസ്. എന്തൊക്കെയോ ഞാൻ നിങ്ങൾ കാണുന്നതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഈ വീഡിയോ ഇടാൻ തോന്നുന്നത്, എനിക്ക് കുറച്ചുകൂടെ ചെയ്യാൻ തോന്നുന്നത്, ഇംപ്രസ് ചെയ്യാൻ, ലൈക്ക് നിങ്ങളെ കുറച്ചുകൂടെ കാര്യങ്ങൾ അറിയിക്കാനായിട്ട് തോന്നുന്നതും എല്ലാം ചെയ്യാനായിട്ട് തോന്നുന്നത്. ഇതൊരു ട്രാവൽ വീഡിയോ അല്ല, ജസ്റ്റ് ഷോർട്ട് വീഡിയോസാണ്. ലൈക്ക് എൻ്റെ കഥകളാണ്, ഷോർട്ട് കഥകളാണ്. ഇതൊക്കെ നിങ്ങൾ കേൾക്കുക, കാണുക. അപ്പോൾ അടുത്ത വീഡിയോ ഇടുന്ന വരെ
See you guys. ഇതുപോലത്തെ സ്റ്റോറീസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമന്റ് ഇടാം. കമന്റ് ബിലോ. ഐ വിൽ പുട്ട് ന്യൂ സ്റ്റോറീസ് ദാറ്റ് ഹാപ്പൻ ടു മീ, ഹാപ്പൻ ടു മൈ ലൈഫ്. നിങ്ങൾക്ക് എന്ത് സ്റ്റോറീസ് വേണമെങ്കിലും ചോദിക്കാം. ഐ ഹാവ് എ കണ്ടന്റ്, a bunch of contents in my life, happens in my life. എൻ്റെ വീഡിയോസോ പ്രൂഫ്സോ ഒന്നുമില്ല, പക്ഷേ ഐ ഹാവ് മൈ ലോട്ട് ഓഫ് stories that have happened in my life. So if you want to know about some stories, let me know. For sure I will be posting that. I will tell you the stories and I will explain it, how did it happen and how did it end. Like this video. So if you want to know about more stories about me, comment it below. See you guys. Thank you for watching this video. Bye bye.